ലാസ്റ്റ് 2 ദിവസം വന്ന മെജോറിറ്റി കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ് എല്ലാവരും ഒരു 90% പിള്ളേരുടെ പ്രശ്നം ലാംഗ്വേജ് ആണ്. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ പോലും കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ 2 പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 90% എനിക്ക് ഫീൽ ചെയ്തത് ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് മറ്റുള്ളവരെന്ത് ഫീൽ ചെയ്യും, ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തെറ്റിപ്പോവോ, ഞാൻ പറയുന്നത് ശരിയാവോ, ഞാൻ പറയുന്നത് എല്ലാ ഗ്രാം പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ നോക്കിയിട്ട് തന്നെയാണോ, ഇങ്ങനത്തെ തോട്ട്സ് ആണ്. മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നുള്ള ഇങ്ങനത്തെ തോട്ട്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ വിചാരങ്ങൾ നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചവർ അവിടെ നിന്ന് നല്ല രീതിയിൽ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ തന്ന ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഹാബിറ്റായിട്ട് കൊണ്ടുപോകുക. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഹാബിറ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവണം, അതാണ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ അതിനകത്ത് തെറ്റിപ്പോവോ ശരിയാവും, തെറ്റിയാണ് എല്ലാവരും ലാംഗ്വേജിൽ ബെറ്റർ ആവുക. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാംഗ്വേജ് ബെറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യുന്നെങ്കിൽ ആദ്യം നമ്മളുടെ സെൽഫ് ഇൻട്രോ കൊടുക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും സെൽഫ് ഇൻട്രോ കൊടുക്കുക. അപ്പോൾ ഇത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളവിടെ ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഫർദർ ക്വസ്റ്റ്യൻസ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലാംഗ്വേജിലാണ് ഫോക്കസ് ചെയ്യുന്നത്.